കുറച്ച് നാൾക്ക് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് വൈകിപ്പോയി വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും ഞാൻ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും വീഡിയോ എടുത്ത് വെക്കും, പിന്നെ എൻ്റെ മടി കാരണം ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഷിനിക്കാക്കയും ഉമ്മയും പപ്പയും ചിപ്പുക്കാക്കയും ഐനൂസും ഞാനൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബസ് എത്തിയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കുറേ നേരം അങ്ങനെ ഡാൻസ് കളിച്ചിട്ടോ, കുറേ നേരം ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പയും ഞാനും കൂടി കളിക്കാൻ നിന്നതിനാൽ പിന്നെ പറയണ്ടല്ലോ, അവിടെ ഭയങ്കര കളിയായിരിക്കും. അങ്ങനെ ഞാനും പപ്പയും കുറേ നേരം ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ഫാമിലി എല്ലാവരും നല്ല വൈബ് ഫാമിലി ആയതുകൊണ്ട് എല്ലാവരും നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഐനൂസും ഡാൻസ് കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കാക്കനെ ഞാൻ അടുത്ത് പൊക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാക്കൻ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടി നല്ലോണം ഡാൻസ് കളിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിലും ഞാൻ അങ്ങനെയാണ്, വീഡിയോസൊക്കെ എടുക്കാൻ എനിക്ക് കുറച്ച് ലാഗായിരിക്കും കേട്ടോ. കാരണം ഞാൻ എന്നല്ലെങ്കിൽ മറന്നു പോകും, അല്ലെങ്കിൽ എൻ്റെ മടി ഏതെങ്കിലും ഒന്നൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ ആയപ്പോഴത്തേക്ക് റിസോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. റിസോർട്ട് എത്തിയിട്ട് ഒരു ഫോട്ടോ അത് മസ്റ്റാണല്ലോ. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൂം വന്നത് ഒരു വില്ല പോലെയാണ് കേട്ടോ. 4 വില്ല പോലെയാണ് നമുക്ക്. അങ്ങനെ 4 ഫാമിലിക്കല്ല കേട്ടോ, ഓരോരുത്തർ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള റൂമൊന്നും എടുക്കുന്നില്ല. എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് റൂമിൽ കിടക്കാൻ കേട്ടോ. കാരണം അമാതിരി വലിപ്പമുള്ള റൂമാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ പപ്പ സൈഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടോ, നമ്മൾ ഇവിടെ വന്നിട്ട് കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ രാവിലെ നല്ല മണിപ്പുട്ടും ഗ്രീൻ പീസ് കറി ആയിരുന്നു. അങ്ങനെ അത് കഴിക്കും മുന്നേ നമ്മളൊന്ന് പൂളിലോട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. അല്ലല്ലോ, അത് കഴിച്ചിട്ടോ പൂളിലോട്ട് ചാടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൂളിൽ കുറേ നേരം നമ്മൾ സവാരിയും കളിയും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ റെഡി ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോവാട്ടോ. അതായത് നമ്മൾ വേറെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു ദിവസം മാത്രമേ സ്റ്റേ ഉള്ളൂ. ബാക്കിയുള്ള ഫുഡ് കഴിച്ചതും ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ചെറിയ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഷിനിക്കാക്ക എന്നെ വെള്ളത്തിലോട്ട് തള്ളിയിട്ടൊരു സീനുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പൊന്നോ, എൻ്റെ നല്ല ജീവൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നമ്മളിതാ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകണം. അപ്പോൾ നമ്മൾ ഈ തൂക്കുപാലത്തില്ലേ, തൂക്കുപാലല്ലല്ലോ